ക്ഷമിക്കണേ അച്ഛാ. അനുപേട്ട നാട്ടിലില്ലാത്ത സ്ഥിതിക്ക് ആതിരയുടെ സ്ഥാനത്ത് അച്ഛന് ബലിയിടേണ്ടത് മൂത്ത മോളായ ഞാനാ. പക്ഷെ ഈ വേഷത്തിനുള്ളിൽ എനിക്കത് പറ്റില്ലല്ലോ. എങ്കിലും മനസ്സുകൊണ്ട് ഞാൻ അച്ഛനെ ബലിയിടുക. ഇത് സ്വീകരിക്കണേ അച്ഛാ. മരിച്ച പിതാവിനെയും മാതൃപിതൃ പരമ്പരയിൽപ്പെട്ട പിതൃക്കളെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് എള്ളും ചന്ദനവും തൊട്ട് പിണ്ടത്തിൽ സമർപ്പിക്കുക. ഇനി പിണ്ടമെടുക്കാം. മോളെ, എവിടെ സച്ചിയുടെ ആരതി മോളെ ഇതുവരെ കണ്ടില്ലല്ലോടി? ഇന്ന് രാവിലെ കോടതിയിലെ കേസുണ്ടെന്നാ പറഞ്ഞ്. ഊണിന് മുമ്പ് എന്തായാലും എത്തും. ആ, ആയുഷമൊക്കെ കുടിക്കാൻ ചായ എടുക്കട്ടെ? അത് പിന്നെ നോമ്പായതുകൊണ്ട് എനിക്കൊന്നും വേണ്ട. അങ്ങനെ പറഞ്ഞാ പറ്റില്ല ചേച്ചി. എന്തെങ്കിലും കുറച്ച് കുടിക്കണം. അല്ല, സത്യത്തിൽ അന്യപ്പ ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് എന്റെ അച്ഛമോളായിരുന്നു ബലിയിടേണ്ടിയിരുന്നത്. പക്ഷെ അവളിപ്പോ മോളിരിക്കെ, ഞാൻ അടുക്കളയിലോട്ട് ചെല്ലട്ടെ. എല്ലാം കൂടെ പിള്ളേര് കൂട്ടിയ കൂടില്ല. മോളിരിക്കെ. അച്ഛാ, എന്റെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാലോ. അച്ഛന്റെ മുമ്പിൽ പോലും ആൾമാറാട്ടം നടത്തി എനിക്ക് വരേണ്ടി വന്നു. അധികം താമസിയാതെ എല്ലാം അവസാനിപ്പിച്ച് മോളെയും കൊണ്ട് ഞാൻ തിരിച്ചു വരും. ആരതി മോൾ എത്തിയോ? എന്തിനായിരുന്നു കോടതി പോയത്? നേരെ ഇങ്ങോട്ട് പോന്നൂടായിരുന്നോ? ഇതറിഞ്ഞിരുന്നെങ്കിൽ രാവിലെ ഞാൻ സച്ചി അങ്ങോട്ട് വിടത്തില്ലായിരുന്നോ? ഇപ്പൊ തന്നെ എത്താൻ പറ്റിയത് ഭാഗ്യം. അല്ല, നിങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടില്ലേ? ഇപ്പൊ പരിചയപ്പെട്ട. അമ്മ, സച്ചി എവിടെ? മുറിയിലിരിപ്പുണ്ട്. മോൾ അങ്ങോട്ട് ചെല്ലേ. ഞാനൊന്ന് സച്ചിയെ കണ്ടിട്ട് വരാം. എന്റെ സച്ചിമോന്റെ താങ്ങും തണലുവാ ഇപ്പൊ ആരതി മോള്. മോക്കറിയോ, അച്ഛമോള് പോയതിനു ശേഷം സച്ചി ഒന്ന് ചിരിച്ചു കണ്ടത് ആരതി മോള് വന്നതിന് ശേഷമാ. അയ്യോ, ഞാൻ മോക്ക് കുടിക്കാനെടുക്കുന്ന കാര്യമൊക്കെ അങ്ങ് മറന്നുപോയി. ഇപ്പൊ എടുക്കാൻ. ഈശ്വര, അമ്മയുടെ മനസ്സിൽ ആരതിയും സച്ചേട്ടനെ കുറിച്ച് ആവശ്യമില്ലാത്ത എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അതങ്ങ് മായ്ച്ചു കളഞ്ഞേക്കണേ. ആരതി ചേച്ചിയെ കണ്ടോ? കണ്ടു, സംസാരിച്ചു. സച്ചേട്ടൻ അല്ല, കുട്ടിയുടെ ഏട്ടന്റെ മുറിയിലേക്ക് പോയി. സത്യം പറയാലോ ചേച്ചി, സച്ചേട്ടന് ഇപ്പൊ ആകെ ഉള്ളൊരു കരുത്ത് ആരതി ചേച്ചിയാ. ഞങ്ങളുടെ കേസ് വാദിക്കുന്ന വക്കീലായിട്ടാണ് വന്നതെങ്കിലും ഇപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും ആരതി ചേച്ചി ഇവിടത്തെ ഒരു അംഗത്തെ പോലെയാ. പ്രത്യേകിച്ച് സച്ചേട്ടന്. അതെന്താ അങ്ങനെ? പാവം സച്ചേട്ടൻ കഴിഞ്ഞ 10 വർഷമായിട്ട് അർച്ചനേട്ടത്തേക്ക് വേണ്ടി ഉരുകിയാ ജീവിക്കുന്നത്. ഇനി അർച്ചനേട്ടത്തി തിരിച്ചു വരുമെന്ന് ഇവിടെ ആർക്കും വലിയ പ്രതീക്ഷയൊന്നുമില്ല. സച്ചേട്ടൻ മാത്രമാ ഏട്ടത്തി തിരിച്ചു വരുമെന്ന് ഉറപ്പിച്ചു പറയുന്നത്. അതാ ഭർത്താവിന്റെ സ്നേഹം. പിന്നെ ഞാൻ മരിച്ചിട്ടില്ല എന്നറിയാവുന്നത്
സച്ചേട്ടന് മാത്രല്ലേ. ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ എന്റെ മോൾ എന്നെ അന്വേഷിച്ച് എന്നേ വന്നേനെ. അമ്മയുടെ മോൾ അമ്മയെ കാണാൻ ഈ കണ്ണിനെ തന്നെ വന്ന് നിൽക്കല്ലേ. പക്ഷെ സ്വന്തം രൂപത്തിൽ വരാൻ എനിക്കിപ്പോഴും പറ്റുന്നില്ലല്ലോ അമ്മ. ഒരു ദിവസം അമ്മയുടെ മകളായി തന്നെ ഞാൻ അമ്മയെ കാണാൻ വരും. അവളുടെ ആത്മാവിന് മോശം കിട്ടാനുള്ള കർമ്മങ്ങൾ ചെയ്യാൻ പോലും സച്ചി സമ്മതിക്കുന്നില്ല. ജീവനോടെ ഞാൻ ഇപ്പോഴും സച്ചേട്ടന്റെ മുന്നിൽ തന്നെ ഉണ്ടല്ലോ. പിന്നെങ്ങനെ എന്റെ ആത്മാവിന് ബലിയിടാൻ സച്ചേട്ടൻ സമ്മതിക്കും? കൂടുതൽ സമയം അവൻ ഒറ്റയ്ക്കിരിപ്പാ. അവൻ എന്തെങ്കിലും ഒരു മാറ്റം വരണം. അങ്ങനെ മാറ്റം വരണമെങ്കിൽ ഏട്ടന്റെ ജീവിതത്തിലേക്ക് ഒരു പെണ്ണ് വരണം. ആരതി മോളെ പോലെ ഒരാൾ തന്നെ വേണം അവന്റെ ജീവിതത്തിലേക്ക് വരാൻ. അവന്റെ നേർവഴിക്ക് നടത്താനും സ്നേഹിക്കാനും ഒക്കെ ആരതി മോളെ പോലെ തന്നെ ഒരാളാ നല്ലത്. ആ, എന്തായാലും ആരതി മോള് വന്നല്ലോ. ഇനി നമുക്ക് ഭക്ഷണം കഴിക്കാം. മോള് വാ. അയ്യോ മാം, എനിക്ക് നോയമ്പാ. ഞാൻ പിന്നൊരു ദിവസം വന്ന് കഴിച്ചോളാം. കഴിക്കാൻ പാടില്ലെന്നല്ലേ ഉള്ളൂ. ഞങ്ങൾക്ക് വിളമ്പി തരുന്നതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. അതിന് കുഴപ്പമൊന്നുമില്ല, ഞാൻ വരാം. ഞാൻ പോയി സച്ചി ആരതി മോളെ വിളിച്ചിട്ട് വരാം. വാ ചേച്ചി. ഞാൻ വരാം.